മനമേ തെല്ലും കലങ്ങേണ്ട, യേശു സകലതും അറിയുന്നു. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. കടലല കണ്ടു ഭ്രമിക്കേണ്ട, കാറ്റാലുള്ളം പതറേണ്ട. കടലിനുമീതെ നടന്നവൻ നിന്നെ കൺമണി പോലെ കാത്തുകൊള്ളും. കടലിനുമീതെ നടന്നവൻ നിന്നെ കൺമണി പോലെ കാത്തുകൊള്ളും. മനമേ തെല്ലും കലങ്ങേ. എന്നാൽ ഞാൻ ജനിച്ചു വളർന്നു വന്നപ്പോഴും ഒരു വസനപുത്രനായി, അതേ ഹല്ലേലൂയ, സംസാരിക്കുക പോലും ശേഷിയില്ലാതെ 6 വയസ്സ് വരെ സംസാരശേഷി പോലും ഇല്ലായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വീണപ്പോൾ തന്നെ ഒരു പ്രവാചകൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് അത് പ്രാർത്ഥിച്ച് പ്രവചിക്കുവാൻ എത്തുന്നു. ഈ കുഞ്ഞ് അനേകരോട് സാക്ഷ്യം പറയുന്ന ഒരു സുവിശേഷകനായി തീരുമെന്ന്, അനേകരുടെ മുമ്പിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു സുവിശേഷകനായി തീരുമെന്ന് മാതാവിനോട് പ്രവചിക്കുവാൻ എത്തുന്നു. തൽഫലമായി വചനം പഠിക്കുമ്പോഴും സുവിശേഷമായി കടന്നു പോകുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ നാവിൻ്റെ കെട്ടൊക്കെ അഴിഞ്ഞ് സംസാരശേഷി ദൈവം നൽകി അനേക സ്ഥലങ്ങളിൽ സുവിശേഷമായി കടന്നു പോകുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുവാനും കർത്താവ് എനിക്ക് അവസരമൊരുക്കി. അതേ പ്രിയമുള്ളവരെ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുവാനിടയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും വിദ്യാഭ്യാസം ചെയ്യുമ്പോഴും ഒക്കെയും അതേ ആരോടും സംസാരിക്കുവാൻ കഴിയാത്ത, അതേ ഹല്ലേലൂയ, പഠനത്തിൽ ഒരു ശ്രദ്ധ പോലും വെക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയത്. എന്നാൽ പഠനത്തിൽ കംപ്ലീറ്റ് ആക്കുകയും പഠനം പൂർത്തീകരിക്കുകയും വചനം പഠിക്കുവാനും സുവിശേഷത്തിന് വേലയ്ക്ക് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ നിൽക്കുവാനും കർത്താവിനിടയാക്കി. വചനം ഓർപ്പിക്കുന്ന പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അങ്ങനെ സുവിശേഷം സകല മനുഷ്യരും കേൾക്കേണ്ടതായ മകൾ സന്ദേശമാണ്. ദൈവത്തെയും പാപിയായ മനുഷ്യനെ നേർക്കുനേരെ നിർത്തുന്ന ഒരു മാധ്യമമാണ് സുവിശേഷം. പ്രിയമുള്ളവരെ, വിശ്വസിക്കുകയോ നശിക്കുകയോ ചെയ്യാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷമായി കടന്നു പോകേണ്ട 2008 നടന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുത സാക്ഷ്യമാണ്. കാരണം ആ 2008 നടന്നതായ ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അവിടെ വെണ്ണിക്കുളത്ത് വെച്ച്, വെണ്ണിക്കുളം പാട്ടക്കാലെ സ്ഥലത്ത് ബസ് കയറാൻ നിന്ന ഒരു ഭവനത്തിൽ, ദേവദാസന്റെ ഭവനത്തിൽ എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ ദേവദാസനോട് ശുശ്രൂഷിക്കുന്ന ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു വരുന്ന സമയത്ത് പാട്ടക്കാലെ കവലയിൽ ബസ് കയറാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് മാനസിക എന്തായാലും തല ചുറ്റിൽ പോലെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. പെട്ടെന്ന് ബസ് കയറാൻ വേണ്ടി വന്നപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് ആ സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ആ കവലയിലേക്ക് വന്ന് നിർത്തി. അത് വെണ്ണിക്കുളം വഴി വരുന്ന വണ്ടിയാണ്. അത് പാട്ടക്കാലെ, അത് കോഴഞ്ചേരിയിലേക്ക് പോകുന്ന ബസ്സാണ്. എന്നാൽ ആ ബസ്സിന് കയറാൻ വേണ്ടി ഞാൻ കുറുകെ ഓടിയപ്പോൾ ഒരു കാർ വന്നെന്നെ ഇടിക്കുവാണ്ടേയെത്തുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ തെറിച്ചു പോകുവാണ്ടേയെത്തുന്നു. തെറിച്ച് എന്ന് വീണത് ഒരു 50 മീറ്റർ അകലെ ചെന്ന് ഒരു ഓടയിലേക്ക് തല അടിച്ച് വീഴുവാനിടയെത്തുന്നു. തല അടിച്ച് 4 സ്റ്റിച്ച് ഉണ്ട്. ബ്ലഡ് വാർന്നൊഴുകി. അതേ ശരീരത്തിൽ വളരെ ബലഹീനമായി പെട്ടെന്ന് ബോധ അറ്റവനായി അതേ ഹല്ലേലൂയ അവിടെ റോഡിൽ കടക്കുവാനിടയെത്തുന്നു. നാട്ടുകാരും ദേശക്കാരും എല്ലാം വന്ന് നോക്കിയപ്പോൾ അവിടെ ചലനം മറ്റു കിടക്കുന്ന, അല്ലെങ്കിൽ എന്നെ കണ്ട് അവർ മുഖത്ത് വെള്ളം തളിച്ചിട്ടും എനിക്ക് സുബോധം വന്നില്ല. പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുത്തൂറ്റ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് കുറച്ച് സമയം 24 മണിക്കൂർ പറഞ്ഞ് അവിടെ എല്ലാം ചെയ്തു കഴിഞ്ഞ് ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. അവിടേക്ക് പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോയി. പുഷ്പഗിരി ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു സ്കാൻ ചെയ്ത് 24 മണിക്കൂർ പറഞ്ഞ് കാര്യം പറയാനൊക്കത്തുള്ളൂ. പെട്ടെന്ന് മാതാവിനെ വിളിച്ചറിയിച്ചു. മാതാവ്
ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് തിരുവല്ല പുഷ്പൂരിയിൽ വന്നു. അതേ മാതാവും ഹല്ലേലൂയ ടയേർഡായി വളരെ ബലഹീനമായി ഭവനത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്. ആശുപത്രിയിൽ അതേ ഐസിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന എന്നെ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞു, കൈകാലുകളിൽ വേദനകളെല്ലാം മാറി. രാത്രിയാമങ്ങളിൽ അമ്മ ഒരു ദർശനം കാണുവാനിടയാത്തുന്നു. അവിടെ കടന്നുകൊണ്ട് പാട്ടക്കാലയിൽ വാഹനം ഇടിക്കുന്ന സമയത്ത് ദൈവദൂതന്മാര് അവിടെ അല്ലെങ്കിൽ ഹല്ലേലൂയ അത്ഭുതകരമായ ദൈവദൂതന്മാരെന്ന് വിടുവിച്ച ഒരു സാക്ഷ്യമാണ് അമ്മ ദർശനം കാണുവാനിടയാത്തുന്നത്. അമ്മ പ്രാർത്ഥിക്കാൻ പോകുന്ന ഭവനത്തിൽ പല ഭവനങ്ങളിൽ കടന്നു പോകുമ്പോഴും അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് ചില ഡ്രസ്സ് തുണി കൊടുക്കുവാനിടയാത്തുന്നു. അമ്മയ്ക്ക് പരിചയമുള്ളതായ മറ്റ് അമ്മയെ കൂടെ പ്രവർത്തിക്കുന്നതായ സുവിശേഷത്തിന് അനുകൂലമായ ചിലർക്ക് ഈ 4 ഡ്രസ് തുണിയായിരുന്നു. അത് അമ്മയ്ക്ക് പരിചയമുള്ളവർക്ക് അത് കൊടുക്കുവാനിടയാത്തുന്നു. എന്നാൽ ഈ വാഹനം ഇടിക്കുമ്പോൾ, ഈ വാഹനത്തിൽ പാട്ടക്കാലയിൽ വാഹനം ഇടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ദൂതന്മാർ വന്ന് ഇറങ്ങുന്നതായ ദർശനം അമ്മ കണ്ടത് ഈ 4 ദൂതന്മാരും ഇട്ട ഡ്രസ്സ് അമ്മ കൊടുത്തതായ ഈ വസ്ത്രമാണെന്നാണ് അമ്മ കാണുവാനിടയാത്തുന്നത്. അമ്മ പള്ളിയിൽ വന്ന് ഒന്ന് സാക്ഷ്യം പറയുവാനിടയാത്തുന്നു. അത് പറയാൻ കാരണം ഹല്ലേലൂയ, എന്നിട്ട് അമ്മ വലിയൊരു ശബ്ദം കേട്ടു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുമെന്ന്. അത്ഭുതകരമായി കൈകാലോ ഒടിയാതെ അത്ഭുതകരമായി കർത്താവിനെ വിടുവിക്കുവാനിടയാത്തുന്നു. എൻ്റെ തലയിൽ 4 സ്റ്റിച്ചായിരുന്നു. ഇപ്പോഴും അതൊരു കമ്പിയുടെ പാടുണ്ട്. 4 സ്റ്റിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൈയും കാലും ഒക്കെ പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നതായ ഈ വലിയ അപകടത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. ഇന്നും അനേകർ മുമ്പിൽ ഒരു സാക്ഷിയാക്കി അത്ഭുത വിഷയമാക്കി ദൈവം എന്നെ തീർത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിക്കുന്ന നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിനും യഹോവയെ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവനൊന്നും ഒടിഞ്ഞു പോകുകയില്ല. ആകയാൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷമായി കടന്നു പോകുവാൻ കർത്താവിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.